നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി. എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിനെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിലേക്ക്. കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും. 100-ലേക്ക് എങ്ങനെ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, BJP-യിൽ നിന്ന് ശ്രീ PR ശിവശങ്കരൻ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ രാജു പി നായർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ രാജു പി നായർ, 100 സീറ്റുകൾ എന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഉത്തര കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 7 ജില്ല കടക്കുമ്പോൾ കോൺഗ്രസിന് എണ്ണി പറയാൻ കഴിയുന്നത് 7 സീറ്റുകളാണ്. UDF സംവിധാനത്തിൽ വേറെ സീറ്റുകളുണ്ട്. എന്നിരുന്നാൽ പോലും എവിടെ നിന്നൊക്കെ കൂടുതൽ സീറ്റുകൾ എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അല്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് പറയുന്ന, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുമ്പോൾ പലപ്പോഴും ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കണക്ക്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആത്മവിശ്വാസവും അതിനുമേലെ ഇന്ന് ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരവുമാണ്. തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തിബന്ധങ്ങളും മറ്റ് പ്രാദേശിക രാഷ്ട്രീയവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായിട്ട് അടിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചോളം പിണറായി വിജയൻ്റെ ഒരു നേതൃത്വത്തിൽ അടുത്ത ഒരു 3ാം ടേം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ പോകുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരം മുഴുവൻ പിണറായി വിജയനെതിരായിട്ടുള്ളതാണെന്നുള്ളതും അത് UDF-ലേക്ക് കേന്ദ്രീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു ചൂണ്ടുപലകയാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കൂടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പല ജില്ലകളിലും കോൺഗ്രസ് തകർന്നു പോയി എന്ന് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ നിരീക്ഷകരും എല്ലാം പറഞ്ഞെടുത്ത് കോൺഗ്രസ് ഉയർന്നു വരുന്ന സാഹചര്യമാണ് കണ്ടത്. അത് തീർച്ചയായിട്ടും കുറെ കൂടി ശക്തമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടല്ലോ. നോക്കൂ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഴുവനായിട്ട് ജനവികാരം കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നത്? കാരണം ഈ മതേതരത്വത്തിനെതിരായിട്ടുള്ള ഒരു ശക്തിയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP എന്നുള്ളതും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതെല്ലാം വെറും PR വർക്കാണെന്നും അത് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്തതാണെന്നും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ BJP ഒരു കാരണവശാലും രാജ്യത്ത് ഭരണത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനം ജനങ്ങളെടുത്ത് ഭൂരിപക്ഷ സമുദായവും ഇതും അതുമാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരം അതേ രീതിയിൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്നതായിട്ടാണ്. കാരണം മതേതരത്വത്തെ ഒറ്റുകൊടുത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ അഴിമതി, അദ്ദേഹത്തിൻ്റെ മക്കളുടെയും അഴിമതി മൂടി വെക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മതേതരത്വത്തെ ഒറ്റുകൊടുത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ പിണറായി വിജയനെ RSSനെ ഭയക്കുന്നത് പോലെ പിണറായി വിജയനെ ഭയക്കുക. കാരണം ഞങ്ങളെ ഏതു നിമിഷവും ഞങ്ങളെ ഒറ്റുകൊടുക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. അത് കേവലം ഈ മതന്യൂനപക്ഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരുന്നതിനെതിരെ അവരെക്കാൾ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ ഭൂരിപക്ഷ സമുദായം ഉള്ളത് കൊണ്ടാണ് 55% ഹിന്ദുക്കളോട് സംസ്ഥാനത്ത് 15% താഴെ മാത്രം BJPക്ക് വോട്ട് കിട്ടുന്നത്. അപ്പം മതേതര പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ RSSന്റെ പതിപ്പായ പിണറായി വിജയനെതിരെ പ്രതികരിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന PR വർക്കിലൂടെ പറയുന്ന നേട്ടങ്ങളൊന്നും ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളതല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ശരി, ശ്രീ VK സനോജ്, നോക്കൂ, രണ്ടാമത്തെ ചോദ്യം പിണറായി വിരുദ്ധതയാണോ മൂലധനം എന്നുള്ളതായിരുന്നു. അങ്ങ് ചർച്ചയിൽ ആ സമയത്ത് ചേർന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ആവർത്തിക്കുകയാണ്. ഇത്തിരി നേരത്തെ തുടങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ അതിനോട് എതിർപ്പില്ല. അതായത് രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ടുകൊണ്ടാണ് 100 സീറ്റ് എന്ന ആത്മവിശ്വാസം
കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്? അതെ, അത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേടാണ്. കാരണം 10 വർഷം ഭരണം നടത്തിയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ, ഒരു ഗവൺമെൻറ്റിനെ നേരിടാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കുറ്റപത്രം അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണ് ഈ സർക്കാർ ജനങ്ങളോട് മുന്നിൽ അവതരിപ്പിച്ചതെന്നും എന്തൊക്കെയാണ് നടപ്പാക്കിയെന്നും എന്തൊക്കെ വാഗ്ദാന ലംഘനങ്ങളാണ് ഈ ഗവൺമെൻറ് നടത്തിയതെന്നും പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സമഗ്ര വികസനം സംബന്ധിച്ച് ഒരു ചർച്ച നടത്താൻ, ഒരു സംവാദം നടത്താൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അവരെന്താ പറയുന്നത്? അവർ പറഞ്ഞത് പിണറായി സംഘപരിവാരുമായി കൂട്ടിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വാദം. എന്തൊരു ഗതികേടാണ് കോൺഗ്രസ് എടുത്ത് ഈ നാട്ടിലിങ്ങനെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ. ജമാഅത്തെ ഇസ്ലാമിയും SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു വാദം എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി ഈ നിലയിൽ അവതരിപ്പിക്കുന്നത്? അപ്പോൾ അത് മാത്രമേ ഇവർക്കൊരു മൂലധനമായിട്ടുള്ളൂ. ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദത്തിന് അവർ തയ്യാറല്ല. ഇപ്പോൾ ഒടുവിൽ ഈ രാജു പി നായർ പറയുന്നത് PR വർക്കിലൂടെ പറഞ്ഞ നേട്ടങ്ങളൊന്നുമില്ല എന്നാണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, PR വർക്കിൽ കൂടി അവകാശപ്പെട്ട എന്ത് കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്? 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ളത് PR വർക്കാണോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വീട്ടിലും വൈദ്യുതിവൽക്കരണം നടത്തിയിട്ടുള്ള സംസ്ഥാനമായി കേരളം മാറിയത് PR വർക്കാണോ? അതിദാരിദ്ര്യ വിമുക്തമായ ഒരു നാടിനെ പ്രഖ്യാപിക്കുന്നു. 60,000-ൽ കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ പ്രഖ്യാപനം നടത്തി. അത് PR വർക്കാണോ? കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും നല്ല കെട്ടിടമുണ്ടാക്കി, നല്ല ലാബുണ്ടാക്കി, ലൈബ്രറി ഉണ്ടാക്കി, കളിസ്ഥലമുണ്ടാക്കി, അതിനാവശ്യമായിട്ട് മറ്റു കാര്യങ്ങൾ കൊടുത്തു. അത് PR വർക്കാണോ? കുട്ടികൾക്ക് പാഠപുസ്തകം നേരത്തെ എത്തിച്ചു കൊടുത്തത് PR വർക്കാണോ? നിങ്ങൾ പറയും, ഞങ്ങൾ നടത്തിയ PR വർക്ക് എന്താണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നേട്ടങ്ങൾ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഇല്ല. പിന്നെ മതനിരപേക്ഷതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനം, നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ടല്ലോ, അതിനെല്ലാം വ്യതിരിക്തമായിട്ട് മതവർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് മാറിയല്ലോ. ഇവരുടെ ആന്റണി ഭരിക്കുന്ന കാലത്ത് മാറാട് എന്താ സംഭവിച്ചത്? മാറാട് ഹിന്ദു മതം, മുസ്ലിം മതം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് പോലും അങ്ങോട്ടുള്ള പ്രവേശനം നിഷേധിച്ച കാലം ഉണ്ടായിരുന്നല്ലോ. ആ ലോകത്ത് മുഴുവൻ വർഗീയത ഉണ്ടാക്കുന്ന മറ്റേ തൊഗാഡിയ വന്നിട്ട് അവിടെ എന്താ വിഷം തുപ്പിയത്? അതുമായി ബന്ധപ്പെട്ട കേസ് ആരാ പിൻവലിച്ചു കൊടുത്തത്? ലോകത്ത് ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആളുടെ പേര് പറഞ്ഞാൽ അത് ഒന്ന് തൊഗാഡിയായിരിക്കും. ആ തൊഗാഡിയുടെ പേരുള്ള കേസ് എഴുതി തള്ളിക്കൊടുത്ത ഈ രാജു പി നായർ നാണമില്ലാതെ ഈ ചർച്ചയിൽ വന്നിട്ട് പിണറായി വിജയനെ കുറിച്ച് ആക്ഷേപിക്കുകയാണ് അല്ലേ? അപാര തൊലിക്കെട്ടിയാണ്. പിണറായി വിജയന് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈ രാജു പി നായരുടെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെയോ സീറ്റ് വേണോ? കാരണം ഇന്ത്യയിൽ CPIM എന്തിനു വേണ്ടി നിലകൊള്ളുന്നു നമുക്കറിയാമല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പം മതനിരപേക്ഷതയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ രാജു പി നായരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ RSSനെ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് താരതമ്യം ചെയ്യാറ്? രാജു പി നായരെ മുസ്ലിം ബ്രദർഹുഡുമായിട്ടാണ് അല്ലേ? മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പ് എന്നാണ് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ RSSനെ വിശേഷിപ്പിക്കാറുള്ളത്. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് ഈ കേരളത്തിൽ സമീപകാലത്ത് പ്രകടനം നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇപ്പം ആരുടെ കൂടിയ? ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഈ പ്രതിപക്ഷ നേതാവല്ലേ? ഇപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി SDPയുമായിട്ടെല്ലാം കൂട്ടുകൂടിയിട്ടുള്ള ഈ സമീപകാല അനുഭവം നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയും. പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയോട് നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകർ മാറി ചോദിച്ചു, SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ? പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ പള്ളിയിലും കയറിയിട്ട് SDPക്കാരൻ നോട്ടീസ് കൊടുത്തു പാലക്കാട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്. ഞാനിതൊന്നും പറയാൻ വന്നതല്ല. കേരളത്തിലെ തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ളതും അദ്ദേഹത്തോടുള്ള ഇപ്പോഴത്തെ സമീപനം എന്താണ് എന്നുള്ളതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊക്കെയാണല്ലോ. അപ്പൊ ആ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ശ്രീ രാജു പി നായർ അത്തരം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതിനെയും ചർച്ചയാവാം. അല്ല, ചർച്ചയില്ല. ഞാൻ ചോദിക്കുന്നത് ആ വിഷയത്തിൽ ഇനി നമ്മൾ തുടർച്ചയായ കുറച്ച് ദിവസം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ 2015 പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ,
കേരളത്തിലെ തൊഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് എന്നടക്കമുള്ള കാര്യം ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നത് വർഗീയതയല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ തുറന്നു തീർക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന എത്ര ആളുകൾ എന്തെല്ലാം വർഗീയ പരാമർശങ്ങൾ ഇവിടെ നടത്തി. മുഹമ്മദ് റിയാസിനെ കുറിച്ച് KM ഷാജിയും അദ്ദേഹത്തിന്റെ ചില നേതാക്കന്മാരും കോഴിക്കോട് നടത്തിയ പ്രസംഗം എന്തായിരുന്നു? അത് മതനിരപേക്ഷ പ്രസംഗമാണോ? ഈ സമീപകാലത്ത് KM ഷാജി നടത്തിയ മറ്റു പരാമർശമുണ്ടല്ലോ. UDF-ന് ഭരണം കിട്ടുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് ഭരണം കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? മുസ്ലിം സമുദായം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് UDF ഭരണം കിട്ടുന്നത് എന്നാണ് KM ഷാജി പ്രസംഗിച്ചത്. പച്ച വർഗീയതയാണ് KM ഷാജിയെ പോലെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത്. അവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ കേരളത്തിന് മതനിരപേക്ഷയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ വക്താക്കൾ ഇങ്ങനെ പുറപ്പെടുന്നത്. KM ഷാജിയെ പോലെയുള്ള വർഗീയവാദികളെ കൂട്ടുപിടിച്ചിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് ക്ലാസ് ഇങ്ങോട്ട് VD സതീശനെ പോലെയുള്ള എല്ലാ അർത്ഥത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിയിട്ടുള്ള ഒരു നേതാവിനെ കൂട്ടുപിടിച്ചിട്ട് നേതാവിന്റെ ശിഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ് മതനിരപേക്ഷതയെ കുറിച്ച്. നല്ല രസമുണ്ട് കേൾക്കാൻ. ശരി, ഓക്കെ. അപ്പൊ KM ഷാജിയെയും വെള്ളാപ്പള്ളി നടേശനെയും കൂടി സമീകരിച്ച ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ആയി മുന്നോട്ട് പോകട്ടെ. ശരി, ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ PR ശിവശങ്കരൻ, ഇതാ നോക്കൂ, 100 സീറ്റ് എന്നുള്ളതാണ് UDF-ന് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ മിഷൻ 2026-ലെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? ഇപ്പോൾ തന്നെ ഇപ്പോഴത്തേതിന് നേരെ തിരിച്ചു വെച്ചാൽ എങ്ങനെയോ എന്നൊരു രാഷ്ട്രീയ സമവാക്യമാണ് UDF ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് 10-11 സീറ്റ് ലോക്സഭയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു UDF-ന്റെ ആത്മവിശ്വാസ പ്രഖ്യാപനത്തെ? ഈ ചർച്ചയുടെ ഹെഡ്ലൈനുമായിട്ടും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മുന്നിൽ രണ്ട് വക്താക്കളും പറഞ്ഞു തീർത്തത്. പക്ഷേ ഞാൻ ഈ പോയിന്റിന് അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചയുടെ ഹെഡ്ലൈന് അതിന് അനുസൃതമായി തന്നെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം അവർ പറഞ്ഞ ചില ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അറിയാത്തത് കൊണ്ടല്ല, ഈ ചാനൽ ചർച്ചയോട് കുറച്ചെങ്കിലും നീതി പുലർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് എൻ്റെ ശ്രോതാക്കളും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, രാജു പറഞ്ഞത് പിണറായി വിജയൻ്റെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഭരണത്തോടുള്ള എതിർപ്പും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയുമാണ് തങ്ങളുടെ 100 സീറ്റ് എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്നാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഈ സംഘടനയായിട്ട് ബന്ധമില്ലാത്ത ഈ ചർച്ചയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞെങ്കിലും അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞതാണ്. ഇതിനു മുമ്പ് മാതൃഭൂമിയിൽ തന്നെ കാണിച്ചിരുന്നു. അതായത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന സീറ്റ് മലപ്പുറത്ത് 16 സീറ്റും എറണാകുളത്ത് 12 സീറ്റും കോഴിക്കോട് 8 സീറ്റും ഒക്കെയാണ് ഈ പ്രതീക്ഷിക്കുന്നതെന്ന് മാതൃഭൂമിയിൽ കാണിച്ചാണ്. അത് കോൺഗ്രസിൻ്റെ കണക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ മാതൃഭൂമി മുന്നോട്ട് വെച്ച കണക്കുകൾ വെച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 36 സീറ്റുകൾ ഏതാണ്ട് 3 ജില്ലയിൽ നിന്ന് മാത്രമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 11 ജില്ലയിൽ നിന്നാണ് 64 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ ആ അന്തരം. അപ്പോൾ എവിടെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? മലപ്പുറത്തും കേരളത്തിലെ അടുത്ത എറണാകുളത്തും കോഴിക്കോട് നിന്നും മാത്രമാണ് ഈ കോൺഗ്രസ് ഇത്രയേറെ 3 ജില്ലയിൽ നിന്നാണ് ഏതാണ്ട് 9 സീറ്റുള്ള കോഴിക്കോട് നിന്ന് 8 പ്രതീക്ഷിക്കുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് പൂർണ്ണമായി 16-ൽ നിന്ന് 16 പ്രതീക്ഷിക്കുന്നു, 12-ൽ നിന്ന് 14-ൽ നിന്ന് 12 പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇവിടുത്തെ ഭരണത്തിനോടുള്ള കേരളത്തിലെ പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയോ എതിർപ്പോ അല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമല്ല, മറിച്ച് മതന്യൂനപക്ഷങ്ങളിലുള്ള വിശ്വാസം മാത്രമാണ് കോൺഗ്രസിൻ്റെ ഈ അമിത വിശ്വാസം. അതിന് കനകേലു എന്നുള്ള ഒരു കവറിൽ ഒരു എന്താ പറയുക, ഒരു സ്വർണ്ണ കവറിൽ പൊതിഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്. സത്യത്തിൽ ഇത് മതന്യൂനപക്ഷങ്ങളുടെ വിജയം. അതിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നടത്തുന്ന ഏറ്റവും വർഗീയ പ്രീണനം. ലീഗ് മാത്രമല്ല, ലീഗിനെ പൂർണ്ണമായും ജമായത്തെ വിഴുങ്ങിയെന്ന് EK പോലുള്ള ആളുകൾ പോലും പറയുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് പാലക്കാടൊക്കെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചപ്പോൾ പരസ്യമായി SDP-യുടെ സെക്രട്ടറിയാണ് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രകടനം നടക്കുന്നതും അതുപോലെ തന്നെ പ്രചരണത്തിന് വോട്ട് പിടിക്കാനും അവരുടെ ക്യാമ്പയിൻ നടത്തുന്നത്.
അപ്പോൾ പൂർണ്ണമായും മലപ്പുറവും അതുപോലെ തന്നെ പാലക്കാട് ചെറിയ ഏരിയയും കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തും മറ്റ് ന്യൂനപക്ഷങ്ങളും എല്ലാം ചേർന്ന് കൊണ്ടുള്ള വിജയത്തോടെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കണക്ക് നോക്കൂ. ഇപ്പോൾ 2020 25 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇവർക്ക് 2020 മുസ്ലിം ലീഗിന് 5 സീറ്റ് കിട്ടിയത് ഇത്തവണ 11 സീറ്റായിരിക്കുന്നു. അതിനേക്കാൾ വിചിത്രമാണ് ആലപ്പുഴയിൽ 9 എന്നുള്ളത് 16 ആയിരിക്കുന്നു, ഏതാണ്ട് ഇരട്ടിയായിരിക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്ത് 30 എന്നുള്ളത് 64 ആയിരിക്കുന്നു. തൃശ്ശൂർ 39 എന്നുള്ളത് 70 ആയിരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ലീഗിനൊന്നും അത്ര ശക്തിയില്ല എന്ന് വിചാരിക്കുന്ന പല ജില്ലകളിലും, പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂർ ജില്ലകളിലെല്ലാം കൊല്ലത്ത് 15 എന്നുള്ളത് 18 ആയിരിക്കുന്നു. അപ്പോൾ അത്തരം ജില്ലകളിൽ പോലും മുസ്ലിം ലീഗിന് കടന്നു കയറുവാനും അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ഏതാണ്ട് ഇരട്ടിയോളം പല ജില്ലകളിലും ഈ പറയുന്ന സീറ്റ് വർദ്ധിപ്പിക്കാനും സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ലീഗ് ഈ സ്ഥലത്തും വർക്കലയടക്കം പല സ്ഥലത്തും പുതിയ സീറ്റ് ആവശ്യപ്പെടും. അതിൻ്റെ ധൈര്യത്തിലാണ് ഈ CPM-ൽ നിന്നും പല സീറ്റ് പിടിക്കാമെന്ന് ഇന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ലീഗിൻ്റെ അടിത്തറയിൽ അല്ലെങ്കിൽ മതന്യൂനപക്ഷത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള UDF-ന്റെ വികസനം അതുമാത്രമാണ് ഇവർ സ്വപ്നം കാണുന്നതും ഇവർ അതിൽ ഒരു ധൈര്യം കാണുന്നതും. കനകേലുവിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ സംഘടനാ ബലമോ പിണറായി വിജയന്റെ ഈ ഭരണത്തോടുള്ള എതിർപ്പോ ഒന്നുമല്ല എന്ന് കണക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവർ അത് പറയാതെ പറയുകയാണ്. അതുകൊണ്ടാണ് കനകേലുവിനെ അടുക്കളപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് വരത്തേക്ക് ഇവർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവർ ഇന്ന് ആഗ്രഹിക്കുന്നത് മറ്റൊരു തരത്തിൽ. ഇപ്പം എനിക്ക് പറയാമെങ്കിൽ 1 മിനിറ്റ് കിട്ടും, ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞു. കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പൊയ്ക്കാല് കെട്ടണം. അത് മുസ്ലിം ലീഗ് പൂർണ്ണമായും ഈ പറയുന്ന വഹാബിസത്തിന് അടിമയായിരിക്കുമെന്ന് രഹസ്യമായും പരസ്യമായും പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇവരുടെ വിജയതന്ത്രവും വിജയത്തിൻ്റെ രഹസ്യവും അടിസ്ഥാനവും. അല്ലാതെ മറ്റൊരു സംഘടനാ ബലവുമല്ല, കനകേലുവല്ല, റിപ്പോർട്ടല്ല, നിരന്തരമായ ലക്ഷ്യ 2016 എന്നുള്ള വലിയ ഡിസൈൻഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിക്കൽ പ്രോഗ്രാമോ ഒന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മാത്രമാണ് ഇവരുടെ അടിസ്ഥാനം. ശരി, ഓക്കെ. ഇതാണ് ആരോപണം. ഇപ്പോൾ ലീഗിന് ഒരു 10 സീറ്റ് കൂടുതൽ കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോഴും 100ലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് തന്നെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഈ പറയുന്ന കണക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 10 സീറ്റ് അധികം കൊടുത്താൽ പോലും ഈ പറയുന്ന 100ലേക്ക് എത്തണമെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റിൽ തന്നെ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവുക, അതും വലിയ തോതിൽ വർധന ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ എന്ന നിലയ്ക്കല്ല. ശ്രീ ജേക്കബ് ജോർജ്, 100 എന്നത് UDF-ന് സാധ്യമാകുന്ന രാഷ്ട്രീയ പരിസരമുണ്ടോ ഇന്ന് കേരളത്തിൽ? 100 എന്നുള്ളത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ 99 സീറ്റൊക്കെ UDF മേടിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിൽ ഉണ്ടല്ലോ. കേരളത്തിന്റെ തട്ടകം അതാണല്ലോ. കോൺഗ്രസിന് ഒട്ടും ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 2000 കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2000 കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഉണ്ട്. 2000 കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചരിത്രമുണ്ട്, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ കോൺഗ്രസ് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള 67-ന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും കേരളത്തിൽ കോൺഗ്രസ് ജീവനോടെ നിന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വലിയ ബലമാണ്, വലിയ ശക്തിയാണ്, സംശയമൊന്നുമില്ല. പിന്നെ കേരളത്തിലെ CPM വളരെ ശക്തമായ പാർട്ടിയാണ്. അവർക്കും ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ത്യയിൽ ഒരിടത്തും അവർക്കും ഭരണമില്ല. അതുകൊണ്ട് ഇത് ഞാൻ കാണുന്നത് ഏറെക്കുറെ തുല്യ ശക്തികളായ 2 രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ്. അതാണ് മധു. നമ്മളൊക്കെ 10 വർഷമായി കോൺഗ്രസ്സുകാർ കേരളത്തിൽ ഭരിക്കുന്നത് കണ്ടിട്ട്, കൊടിവെച്ചക്കാരിൽ നടക്കുന്നത് കണ്ടിട്ട്, തീർച്ചയായിട്ടും അന്ന് K. കരുണാകരൻ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മുന്നണി ഉണ്ടാക്കിയത്. അതേ ആവേശമാണ് ഇന്ന് VD സതീശൻ്റെ പ്രസംഗത്തിൽ ഞാൻ കാണുന്നത്. നമ്മൾ ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തന നിലയ്ക്ക് ഞാൻ ആസ്വദിച്ച് കാണുകയാണ് എന്ത് ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം അണികളെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും 67 മുതൽ 69 വരെ സാധ്യമായത് VD സതീശന് സാധ്യമാക്കണം എന്നാണ്. കാരണം ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരായിട്ട് ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരും കോൺഗ്രസ്സുകാരും കേരളം ഭരിക്കുന്നത് കണ്ടിട്ടില്ല മാധു. ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ, അതത്ര നല്ല കാര്യമല്ലേ കേരളത്തിന് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായിട്ട് 2 ശക്തികൾ മാറി മാറി ഭരിക്കുന്നത് ഒരു ഐഡിയൽ ജനാധിപത്യത്തിന്റെ വലിയ ലക്ഷണമാണ്, 1-ാം നമ്പർ ലക്ഷണമാണ്. യാതൊരു സംശയവുമില്ല. ഇത് പ്രകടമാണ്. അതാ നോക്കൂ, ഇപ്പോൾ തന്നെ കോൺഗ്രസ് അവിടെ ഒരു നേതൃയോഗം ചേരുന്നു, സീറ്റ് ഇത്ര ഞങ്ങൾ നേടുമെന്ന് പ്രഖ്യാപിക്കുന്നു. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ വരുന്നു, പല മണ്ഡലങ്ങളിലെ പ്രഖ്യാപനങ്ങൾ വരുന്നു. CPM അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ നേതൃയോഗങ്ങൾ ചേരുന്നു. കേളികൊട്ട് നമുക്ക് കേൾക്കാം.
കേൾക്കാം. കോൺഗ്രസ് വലിയ വലിയ പോരായിരിക്കും. വലിയ പോരായിരിക്കും, സംശയമൊന്നുമില്ല. ഞാൻ പറയാം, നിളയ്ക്കപ്പുറത്ത് 60 സീറ്റാണ് ആകെ. നിളാ നദിക്കപ്പുറത്ത് കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? നമ്മളിനി കാര്യത്തിലേക്ക് കിടക്കാം. ഇങ്ങോട്ട് മധ്യതിരുത്തങ്കൂർ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, തൃക്കരിപ്പൂരിലാണ്. എറണാകുളത്തിന് മുകളിലേക്ക് 7 സീറ്റ്. 7 സീറ്റ്. എറണാകുളത്തിന് മുകളിലേക്ക് 7 സീറ്റ് കോൺഗ്രസിന്. ലീഗിനുണ്ട്. മലപ്പുറത്ത് കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു, കാസർഗോഡ് തൊട്ട് കിടക്കുന്നു. ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴ, പത്തനംതിട്ട 39 സീറ്റ്. പിന്നെ തിരുവനന്തപുരം, ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴെത്ര സീറ്റുണ്ട്? അതേക്കുറിച്ച് ചോദിക്കരുത്. ഇനിയും ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഭരിക്കാനാണെങ്കിൽ ഈ പറയുന്ന എല്ലായിടവും പ്രത്യേകിച്ച് തരംഗമുണ്ടെങ്കിൽ സാധ്യമാണെന്നാണല്ലോ അവർ വിലയിരുത്തുന്നത്. അല്ല, വിലയിരുത്തുകയല്ല. ഈ തരംഗമുണ്ടെങ്കിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഇവരൊക്കെ പിണറായി വിരുദ്ധം ആണ് വോട്ടാണ്, ഭരണവിരുദ്ധ വോട്ടാണ് എന്നൊക്കെ രാജ്യപ്പി നായരൊക്കെ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു തരംഗം. അത് പിണറായി വിജയൻ ഗവൺമെൻറ് ഈ കേരളത്തിൽ കണ്ട ഏറ്റവും പ്രൊഫഷണലായ സർക്കാരുകളിൽ ഒന്ന് തന്നെയാണ് പിണറായി ഗവൺമെൻറ്. 2 ഗവൺമെൻറ്റും. ഒരു ഗവൺമെൻറ് കഴിഞ്ഞപ്പം ഭരണത്തുടർച്ച കിട്ടിയത് അതുകൊണ്ടാണല്ലോ. ഞാനതുകൊണ്ട് രാജ്യപ്പി നേരെ പറയുന്ന ആ വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അവർക്ക് വോട്ട് കിട്ടി. അവർ പഞ്ചായത്തുകളിലൊക്കെ ഭരണം നേടി. യാതൊരു സംശയമില്ല. കേരളത്തിൻ്റെ ആ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ആ ചുവപ്പെന്നുള്ളത് മാറ്റിമറിച്ച് കളഞ്ഞു. ഇനി അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ളതാണ്. നമ്മൾക്കറിയാമല്ലോ, 80-ലാണ് ഞാൻ പത്രത്തിൽ ചേരുന്നത്, മാതൃഭൂമിയിൽ. അന്ന് UDF നേടിയത് ആന്റണിയുടെ കൂടിയാണ്. UDF-ൽ നിന്ന് പിണങ്ങിപ്പോയി ആന്റണിയുടെ കൂടിയാണ് ഇടതുപക്ഷം. ഏതാണ്ട് ഭയങ്കര 90 സീറ്റ് കിട്ടി, 90 കൂടുതൽ സീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ലോക്സഭയിലോ 12 LDF ആയിട്ട് കുറഞ്ഞു. LDF-ന്റെ നേതൃത്വത്തിൽ അന്ന് നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 90 സീറ്റ്. കൂടെ ആരാ? തോളിൽ പിടിച്ചും കൊണ്ട് AK ആന്റണി, ഉമ്മൻചാണ്ടി, AK ശശീന്ദ്രൻ, അവരെല്ലാവരും ഉണ്ട്. PC ചാക്കോ ഒക്കെ മന്ത്രിയാണ്. നമ്മളൊക്കെ കാണുന്ന ആദ്യത്തെ മന്ത്രിസഭയാണ് എൻ്റെ തലമുറ കാണുന്ന. അത് കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12 ഉള്ളൂ. അത് കുറഞ്ഞ് നേരെ അങ്ങോട്ട്. പിന്നീട് അടുത്തത് കരുണാകരൻ ഗവൺമെൻറ്റായി. അപ്പോഴത്തേക്ക് കരുണാകരൻ തട്ടിക്കൂട്ടി ഒരു മുന്നണി ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു, ആന്റണിയെ തിരിച്ചു കൊണ്ടുവന്നു, ഇന്ദിരാഗാന്ധിയെ കൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് താഴെ പോയത്? അതാണ് പ്രത്യേകിച്ച് ഈ ഭരണത്തുടർച്ച. ഞാൻ പറയട്ടെ മധു, KM മാണി, അത് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, KM മാണി UDF-ന്റെ കരുണാകരൻ ഉണ്ടാക്കിയെടുത്ത മുന്നണിയുടെ ഒരു നെടുന്തൂണാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിചാരിച്ചു വെള്ളിത്താലത്തിൽ വെച്ച് ഭരണം ഞങ്ങളുടെ കിട്ടുകയാണ്. ആ അഹങ്കാരത്തിന്റെ പേരിൽ, അഹങ്കാരം എന്ന വാക്ക് ഇച്ചിരി കൂടിപ്പോയി, ആത്മവിശ്വാസം ആയിക്കോട്ടെ, മര്യാദയ്ക്കുള്ള പോളിഷ്ഡ് വാക്ക്, ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് ജോസ് കെ മാണിയെ പുറത്താക്കിയത്. ഇങ്ങേപ്പുറത്ത് നിപ്പുണ്ടേ സാക്ഷാൽ പിണറായി വിജയൻ. അവിടുത്തെ പ്രഭാവം ജോസ് കെ മാണിയുടെ കയ്യിൽ പോകുന്നു എന്നുള്ളത് കൂടി ഇന്ന് ഞാൻ ഒരൊറ്റ വായിക്കൂടെ പറയാം. ഇന്ന് വയനാട്ടിൽ VD സതീശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ആവേശത്തോട് പറഞ്ഞത്, നമ്മളിതാ ഇറങ്ങുന്നു മുന്നണി വിപുലീകരിക്കാൻ. എന്ന് വെച്ചാൽ ജോസ് കെ മാണി ഇല്ലാതെ എങ്ങനെ മുന്നണി വിപുലീകരിക്കും? അതാണ് ലക്ഷ്യം. ശരി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ജോസ് കെ മാണിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നുള്ളതായിരുന്നു. അതെ, ഇനി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ശരി, ശ്രീ രാജു പിനാർ, നോക്കൂ, അവസാന കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന്. ഞാൻ അന്ന് ജേർണലിസം വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഏറ്റവും അവസാന നിമിഷം പോലും വ്യക്തമാകാത്ത തരത്തിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ അധികാരത്തിലാണ് ഏറ്റവും അവസാനം പോലും കയറിയത്. അവിടെ നിന്നാണ് 100 സീറ്റുകൾ എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. സാധ്യമാകുന്നതാണോ? അത് സ്വാഭാവികമാണ്. ഒരു നേതൃയോഗം കഴിയുമ്പോൾ നേതാക്കൾ അണികളെ, സംഘടനാ സംവിധാനത്തെ ചടുലമാക്കാൻ വേണ്ടി നമ്മൾ ഭരിക്കും, നമ്മൾ 100 സീറ്റിലധികം നേടി ജയിക്കും എന്നേ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സീറ്റിൽ നിന്ന് കഷ്ടിച്ച് 5 സീറ്റും കൂടിയേ കിട്ടുള്ളൂ എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ അതാ നോക്കൂ, MV ഗോവിന്ദൻ മാഷിന്റെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം. പ്രൊഡ്യൂസർ അതൊന്ന് പ്ലേ ചെയ്യും. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100 പൊട്ടും. പക്ഷേ കേട്ടോ, നല്ല ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. ശ്രീ രാജു പിന്നാർ, 100 പൊട്ടും എന്നുള്ളതാണ് തിരിച്ചടി. ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്നുകൂടി കേട്ടിട്ട് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏകദേശം 3 വർഷക്കാലത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ
അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം എവിടെ എത്തി എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാവരുത്. ഇപ്പോൾ തൃക്കാക്കര നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, പുതുപ്പള്ളി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, പാലക്കാട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതിനുശേഷം നിലമ്പൂർ അദ്ദേഹം പറഞ്ഞത് എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്. അങ്ങനെ നിങ്ങൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞതും വി ഡി സതീശൻ പറഞ്ഞതും തമ്മിൽ താരതമ്യം ചെയ്യാനാണെങ്കിൽ ഈ കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ പറഞ്ഞ കണക്കിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ടീം വർക്ക് നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പുകൾ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം മാത്രം കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നടന്ന മിന്നുന്ന വിജയം വളരെ കൃത്യമായിട്ട് വാർഡ് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ 1 വർഷം നീണ്ടത് മിഷൻ 2025 എന്ന് നടത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് വിജയം. അല്ലാണ്ട് ഞങ്ങൾ പിണറായി വിജയനെതിരെയുള്ള വികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വോട്ടർ പട്ടികയുമായിട്ട് ചെന്നാൽ വോട്ടുണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ കൃത്യമായ സംഘടനാ പ്രവർത്തനം നടത്തി. ഞാൻ ചോദിക്കട്ടെ മാധു, വി ഡി സതീശൻ പറഞ്ഞെടുത്ത അണുവിട വ്യത്യാസം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അണുവിട വ്യത്യാസം അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ നേതാവിൻ്റെ ക്രെഡിബിലിറ്റി. അതാണ് അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഈ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണിച്ചൊരു മണ്ടത്തരം കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാക്കാൻ കഴിയുന്ന കൂടി പോസിറ്റീവായിട്ട് മാറുന്ന സാഹചര്യം. അപ്പോൾ തകർന്ന ഒരു സ്ട്രാറ്റജിയുള്ള ഒരു ഭരണപക്ഷത്തെയാണ് കാണുന്നത്. കിളിപോയ അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ കൊളോക്കിയലായിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, BJPയുടെ ശ്രീ ശിവശങ്കരൻ പറഞ്ഞ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു തീർക്കാം. എനിക്ക് വലിയ കൗതുകമുണ്ട്. ഞാനും അല്ലെങ്കിൽ ഒരുപക്ഷെ സനോജും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പക്ഷേ BJP എന്തായാലും ഞങ്ങൾ തോൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് വാക്കുകൾക്കിടയിൽ കൂടി ഒന്നുകൂടി പറഞ്ഞു, പിണറായി വിജയനെതിരെയുള്ള വികാരമൊന്നും UDF കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ BJPക്ക് ഒരു ചർച്ചയിൽ വന്നിരുന്നത് ഞങ്ങൾ ഇത്ര സീറ്റ് ജയിക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത ആത്മവിശ്വാസത്തിലാണ്. സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ 14.67% മാത്രമാണ് അവർക്ക് കിട്ടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19.76 എന്നതിൽ നിന്ന് 5% താഴെ പോയി. ആത്മവിശ്വാസം ശിവശങ്കറിന് ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ഒരു ഭാഗം കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ നിർത്തുകയാണ്. പിന്നെ ശ്രീ സനോജ് പറയുകയാണ് ഞങ്ങൾക്ക് വികസനമൊന്നും പറയാനില്ല. ഞാൻ ഈ ചർച്ചയിലെ കുറച്ചു സമയമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം. സനോജ് വളരെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറാതെ പറയണം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റിൻ്റെ പറയണം. ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ്. മെട്രോ എന്ന് പറയരുത്, വാട്ടർ മെട്രോ എന്ന് പറയരുത്, വിഴിഞ്ഞെന്ന് പറയരുത്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ചെയ്ത് എന്ന് മാത്രമല്ല, കൊച്ചി മെട്രോ പണി തീർത്തെടുത്ത് നിന്ന് 1 കിലോമീറ്റർ അധികം 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് പണി തീർക്കാൻ പറ്റിയിട്ടില്ല. 1 കിലോമീറ്റർ. ഞാൻ കൊച്ചിക്കാരനാണ്. പിന്നെ രണ്ടാമത്തെ ബാക്കിയൊക്കെ പോട്ടെ, അത് പോട്ടെ. അപ്പൊ അദ്ദേഹം പറയട്ടെ ഒരു ബിഗ് ടിക്കറ്റ് പ്രോജക്ട്. സനോജിനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ? എന്തോ VK സനോജിനോടുള്ള ചോദ്യമാണോ? അല്ലല്ല, അദ്ദേഹം എല്ലാം കൂടി പറയട്ടെ. നമ്മളിപ്പോ ഓരോന്ന് പറഞ്ഞ പിന്നെ അവസാനം അത് പോവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം വലിയ ഇതിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ സർജറിക്ക് പോകുമ്പോൾ പഞ്ഞിയും നൂലും മേടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? സനോജ് മറുപടി പറയണം. നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ഇന്ന് ഈ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നുകളും കൊടുത്തതിന് KMSCL എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് അങ്ങൊന്ന് പറയണം. സനോജ് പറയണം, നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ദളിത് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ വെട്ടിക്കളഞ്ഞ 500 കോടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ സദ്ഭരണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് 3 റൂമുകളിലായി 120ഓളം കുട്ടികൾക്ക് കഴിയേണ്ടി വന്ന ഗതികേട് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ പറയണം. 112 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് നിങ്ങൾ വെട്ടിനിരത്തിയത് കൊണ്ടുണ്ടായതല്ലേ എന്ന് നിങ്ങളൊന്ന് പറയണം. പിന്നെ 4,70,000 വീടിൻ്റെ കഥയാണ് പറയുന്നത്. നിങ്ങളുടെ തന്നെ മന്ത്രിമാർ, ഇനിയിപ്പോൾ ആ കൂടുതൽ ചർച്ചയിലേക്ക് രേഖകൾ വെച്ച് വേണമെങ്കിൽ വേറെ ഒരു നടത്താം. പക്ഷെ നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞ 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടുകൾ പണിത് കൊടുത്ത ഉമ്മൻചാണ്ടിയാണോ മിടുക്കൻ, 10 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയനാണോ മിടുക്കൻ? നിങ്ങളൊന്ന് പറയണം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വികസനത്തിന്റെ കഥയെടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതും അതേസമയം തന്നെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട് കടക്കണിയിലേക്ക് തള്ളിവിട്ടതാണ് എന്നുകൂടി പറയാം. ഇനി വർഗീയയുടെ കാര്യത്തിൽ ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിക്കുന്നു. ഒരു 30 സെക്കൻഡ് ഞാൻ ഈ ചർച്ചയിലും ആവർത്തിക്കുന്നു. 2015 കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ
ഞാനും സനോജും അതുപോലെ തന്നെ വി ഡി സതീശനും പിണറായി വിജയനുമെല്ലാം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്നുള്ളതും സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുന്ന മതേതര കേരളത്തിന് ഭീഷണിയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. സനോജിന് ധൈര്യമുണ്ടോ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന വർഗീയവാദിയാണെന്ന് പറയാൻ സനോജിന് ധൈര്യമുണ്ടോ? രണ്ട് വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് വരാം. ശ്രീ വി കെ സനോജ, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞു ജയിച്ചില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്, ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും അവകാശപ്പെടുന്നതാണ് എന്ന്. നിയമസഭയിൽ അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുന്നുണ്ട് വി ഡി സതീശൻ. അപ്പോൾ അതൊരു വലിയ കോൺഫിഡൻസ് അല്ലേ? രണ്ട് ചോദ്യങ്ങളാണ്, രണ്ട് വെല്ലുവിളികളാണ് ശ്രീ രാജു പി നായർ അങ്ങയുടെ മുന്നിൽ വെച്ചത്. ഒന്ന്, ആവിഷ്കരിച്ച് പണം വകയിരുത്തി നടപ്പിലാക്കി പൂർണ്ണസ്ഥിതിയിലാക്കിയ ഒരു പ്രൊജക്റ്റ് പറയണം. രണ്ടാമത്തേത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ രാജു പി നായർ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ചോദ്യം. രാജു പി നായരുടെ ചോദ്യങ്ങളാണ്, പറയും. ഞാനതിലേക്ക് വരാം. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് കേരളത്തിൽ 100 സീറ്റ് പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ രാജു പി നായരോട് ചോദിക്കുന്നത്, ഈ 100 സീറ്റ് എന്നത് ഒരു എണ്ണം, ഒരു നമ്പറിനപ്പുറത്തേക്ക് നിങ്ങൾ ആ മണ്ഡലത്തിൻ്റെ പേരുകളൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. മറ്റൊന്ന്, കോൺഗ്രസ്സുകാർ ഇതവിടെ വയനാട്ടിൽ തന്നെ ക്യാമ്പ് നടത്താൻ അത് കോൺഗ്രസ്സുകാരുടെ ഒരു തൊലിക്കെട്ടി അപാരം തന്നെയാണ്. ഈ മഹാപ്രളയകാലത്ത് എല്ലാം വീടൊലിച്ചുപോയ ആളുകളുടെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ, അതിനുവേണ്ടി ഒരു സെൻറ്റ് ഭൂമി പോലും എടുക്കാതെ ആളെ പറ്റിച്ച് അവിടെ തന്നെ പോയി ലക്ഷ്യ എന്ന് പറയുന്ന ക്യാമ്പ് നടത്തിയിട്ടുള്ള ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ, അതിന് നമുക്ക് നമിച്ചേ പറ്റൂ. ഇതേ രാജു പി നായർ തന്നെ ഇതേ മാതൃഭൂമി ചർച്ചയിൽ നിങ്ങളുടെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വല്ലാതെ തട്ടിക്കയറിയിട്ട ചില ക്ലിപ്പിങ്സുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി നേരത്തെ കണ്ടിരുന്നു. അന്ന് നിങ്ങളുടെ അവതാരകൻ ചോദിച്ചത് ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയെക്കുറിച്ചും അതുപോലെ തന്നെ KPCC പ്രഖ്യാപിച്ച 100 വീടിന് വേണ്ടിയിട്ട് ആപ്പ് വഴി എത്ര പിരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയണമല്ലോ. നിങ്ങളിപ്പോൾ വി ഡി സതീശനെക്കുറിച്ച് ഒരു വല്ലാത്ത പുകഴ്ത്തലോടുകൂടി പറഞ്ഞല്ലോ. വി ഡി സതീശനാണ് പറഞ്ഞത് എൻ്റെ പേരിലും അതുപോലെ തന്നെ KPCC പ്രസിഡൻ്റായിട്ട് സുധാകരൻ്റെ പേരിലുമാണ് ആപ്പ് വഴി പണം വന്നത് എന്ന്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിച്ചു ആപ്പ് വഴി എത്ര പിരിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരം എന്തായിരുന്നു അറിയുമോ? ആപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ലോകത്താദ്യമായിട്ട് പിരിച്ച ആപ്പ് ആവിയായി പോയിട്ടുള്ള പ്രസ്ഥാനം, ആവിയായി പോയി എന്ന് പറഞ്ഞ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതെ മറ്റെവിടെയും ഉണ്ടോ? ആപ്പ് വഴി പിരിക്കുന്ന പണം ആ സെക്കൻഡിൽ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അറിവ്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെ ആളുകൾക്കിടയിൽ എപ്പോഴും ഇങ്ങനെ കള്ളപ്രചരണം നടത്തി ദുരന്തമുഖത്ത് കൊള്ള അടിക്കുന്ന കൊള്ള സംഘമായിട്ട് കോൺഗ്രസ് മാറി. അവരങ്ങനെ പലതും പ്രഖ്യാപിക്കും. അവർക്കെന്താ ഇപ്പോൾ 100 സീറ്റ് എന്ന് പറയുന്നത് വലിയ മുടക്കമുണ്ടോ? അവരിപ്പോൾ കനകോലൂരിയും കുറേ ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പല അഭ്യാസം നടത്തും. ഞാൻ പറയുന്നത്, ഞങ്ങൾക്കിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, കണക്കുകളൊക്കെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആ കാര്യങ്ങൾ പരിഹരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഓരോ ഇലക്ഷനും ഓരോ വോട്ടിംഗ് പാറ്റേണാണ്. ഞാൻ ചില കണക്കുകൾ പറയാം. ഇപ്പോൾ നമുക്കിപ്പോൾ 10,000-ൽ താഴെ വോട്ട് കുറഞ്ഞ 39 മണ്ഡലമാണുള്ളത്. 39 മണ്ഡലം. 57 മണ്ഡലത്തിൽ ഇപ്പോഴും ഇത്രയേറെ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ഇടതുപക്ഷത്തിന് 57 മണ്ഡലങ്ങളിൽ ലീഡുണ്ട്. മാധു, 10,000-ൽ താഴെ വോട്ട് കുറവുണ്ടായിട്ടുള്ള 39 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ ചില കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 1000-ൽ കുറവ് വോട്ടുള്ള 3 മണ്ഡലം നെന്മാറയിലും എറണാകുളത്തും ഉടുമ്പൻചോലയിലും, 1000-നും 2000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 7 മണ്ഡലം, 2000-നും 3000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 3 മണ്ഡലം, 3000-നും 4000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 4 മണ്ഡലം, 4000-നും 5000-നും ഇടയിൽ വോട്ട് കുറഞ്ഞ 3 മണ്ഡലം. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ ജനങ്ങളാകെ നിരാകരിച്ചു എന്നൊന്നും ആരും ഈ കണക്കുകൾ വെച്ച് പറയേണ്ടതില്ല. കണക്കുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഇനി ആ ചോദ്യത്തിലേക്ക് വരൂ. അങ്ങ് പറഞ്ഞത് അങ്ങനെ തന്നെ എടുക്കുന്നു. ഇനി ആ ചോദ്യത്തിലേക്ക് അല്ല രാജു പി ഞാൻ നേരത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ.
ഞാൻ ആ ചോദ്യോത്തരം പറയേണ്ടിരിക്കില്ല. രാജു പി നായർ ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യോത്തരം പറയണം. UDF അധികാരം കിട്ടേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ലീഗിന്റെ ഒരു മഹാൻ അവിടെ പ്രസംഗിച്ചത്. ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞു, ഞാനത് കേട്ടിട്ടില്ല, പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യം UDF ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു വന്നു എന്ന് സതീശൻ പറഞ്ഞതായിട്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഈ സമുദായപരമായിട്ട് ഈ വോട്ട് എങ്ങനെ വിഭജിക്കുന്നത്? എൻ്റെ പോപ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ സതീശനോട്, സതീശ ക്രിസ്ത്യൻ വോട്ടൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന്? അപ്പം മതപരമായിട്ട് ജാതീയമായിട്ട് വോട്ടിന് ഭിന്നിപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്തു എന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഇതൊക്കെയാണ് വർഗീയത. ഞാൻ ആദ്യം ചോദിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡ്, ആ ലോക ഭീകരവാദ പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മുസ്ലിം ബ്രദർഹുഡിന്റെ കേരള പതിപ്പായിട്ടുള്ള, ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെ മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചിട്ട് കൊടുത്ത ഈ സതീശൻ വർഗീയവാദിയല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വർഗീയവാദികൾ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ ഞാനല്ല അങ്ങനെ രാജു പി നായരുടെ ചോദ്യത്തിന് എനിക്കും മറുചോദ്യങ്ങളുണ്ട്. രാജു പി നായർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കുട്ടിയൊന്നുമല്ല ഞാൻ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങോട്ട് പറയൂ. ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരം ഇങ്ങോട്ട് പറയൂ. ഞാൻ പറയുന്നത് ഈ ലോക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ അനുയായികളെ ഇവിടെ കയ്യിൽ വെച്ച് മടിയിലിരുത്തിയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ആ മടിയിലിരുത്തിയ കുഞ്ഞുങ്ങളെ, ആ വർഗീയവാദികളെ ആദ്യം ഇറക്കി വിട് രാജു പി നായരെ. പിന്നെ രാജു പി നായർ ചില കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ച് നിങ്ങൾ ഉത്തരം പറയാൻ പാടില്ല. ഏത് വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ പാടില്ല, മെട്രോയെക്കുറിച്ച് പറയാൻ പാടില്ല, വിഴിഞ്ഞത്തെക്കുറിച്ച് പറയാൻ പാടില്ല, ദേശീയവാദത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ പറയണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ റവന്യൂ കമ്മി അത് പരിഹരിച്ചില്ലേ? കേരളം പിന്നെ അതിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഈ വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചല്ലോ. CAG റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പോൾ കേരളത്തിൻ്റെ പരിമിതമായ കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് രാജു പി നായർ പറയുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന കാര്യം രാജു പി നായർ മറച്ചു വെക്കുന്നു? എന്തുകൊണ്ടാണ്? പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ശശി തരൂർ മൂപ്പറിപ്പോൾ ഏത് പക്ഷത്താണ് ഉള്ളത്? മോദിയെ വാനോളം പുകഴ്ത്തുക അല്ലേ? എന്നിട്ട് ഇപ്പോൾ ലക്ഷയിൽ പോയിട്ട് ആളുകളെ കെട്ടിപ്പിടിക്കുക. നാണം വേണ്ടേ രാജു പി നായർ? നാണം വേണ്ടേ? നിങ്ങൾ ആ ശശി തരൂരിനെതിരായിട്ട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന നേതാവിനെതിരായിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാട്ടോ, എന്നിട്ടെങ്കിലും നാട് നന്നാക്കാൻ വേണ്ടി പറയും. ഇവിടെ ഇന്ത്യയിൽ എല്ലാ നിലയിലും മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ അർത്ഥത്തിലും സംസ്ഥാനങ്ങളോട് നമ്മുടെ കേരളത്തോട് അവഗണന കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പുകഴ്ത്തുന്ന പണിയല്ലേ ഈ ശശി തരൂർ എടുക്കുന്നത്? ആ ശശി തരൂരിനെ ലക്ഷ്യയിൽ കൊണ്ടുപോയിട്ട് കെട്ടിപ്പിടിക്കുന്നു അല്ലേ? ആ ശശി തരൂർ നല്ല ശശി തരൂർ. എന്നിട്ട് ഇപ്പുറത്ത് കുറച്ച് ആളുകൾ നോക്കിയിട്ട് ഇതാ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് അവിടെ പറഞ്ഞാൽ മതി. അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം അത്തരം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് പറയൂ. ഞാൻ ചോദിക്കുന്നത് 5 ലക്ഷം വീട് എടുത്തിട്ടില്ലേ? 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ലേ കേരളത്തിൽ? അത് ഇല്ലാത്തതാണോ? അത് PR എക്സൈസ് ആണോ? ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്ത 5000 രാജു പി നായർ പച്ച കള്ളം പറഞ്ഞു. 5 ലക്ഷം എന്ന് പറഞ്ഞു. 5000 ഒരു 0 കൂടിപ്പോയി. ചാനൽ ചർച്ചയിൽ വന്ന് എന്തും അങ്ങ് തള്ളിയാൽ നടക്കുമോ? 5000-ൽ കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എന്ത് നിർമ്മിച്ചു കൊടുത്തു എന്ന്? അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം അത് ചെറിയ കാര്യമാണോ? ശരി, ഓക്കെ. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ P. രാജീവ് ഒരു അവാർഡ് ഏറ്റുവാങ്ങി. എന്തിനുള്ള അവാർഡാണ്? ഒരു ഘട്ടത്തിൽ കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ് ആക്ഷേപം നേരിട്ടിരുന്നു. ഇന്ന് കേരളം ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? കേരളത്തിൽ വ്യവസായം സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നിരവധി ചട്ടങ്ങൾ ഭേദഗതി വരുത്തി, പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനകത്ത് ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചത് എന്നത് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിയമസഭയിലടക്കം ചർച്ച ചെയ്തതാണ്. എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടേതാണെന്ന് തോന്നുന്നു. അത്തരത്തിൽ 3000-ത്തിലധികം വീടുകൾ മാത്രം, 3700-ഓളം വീടുകൾ മാത്രമാണ് നിർമ്മിച്ചു നൽകിയതെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സഭയിൽ പറഞ്ഞതിനെ തുടർന്ന് വലിയ ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. KT ജലീൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്
ആ കാര്യത്തെ ഖണ്ഡിച്ചത് ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം വീടുകളുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുകയും ചെയ്തതാണ്. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ അടക്കം ചർച്ചയുണ്ടായിട്ടുള്ളതാണ്. കോൺഗ്രസിന് പ്രതിരോധിക്കണമെങ്കിൽ പ്രതിരോധിക്കാം അങ്ങയുടെ ഊഴത്തിൽ. ഞാൻ നിയമസഭയിൽ പറഞ്ഞതായതുകൊണ്ട് മാത്രമാണ് ആ വിഷയം ഉന്നയിച്ചത്. കെ ടി ജലീലാണ് അന്ന് മറുപടി പറഞ്ഞത്. കെ ടി ജലീലിന്റെ മറുപടി ഉദ്ധരിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഈ വിഷയം എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ പരാമർശത്തിന് എതിരായി അത് നിയമസഭയിൽ പറയുകയും ചെയ്തത് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ശ്രീ ശിവശങ്കർ, പി.ആർ. ശിവശങ്കരൻ, ഇപ്പോൾ അങ്ങ് നേരത്തെ ഉന്നയിച്ചു യു ഡി എഫിന്റെ മുഴുവൻ വോട്ട് പ്രതീക്ഷയും സീറ്റ് പ്രതീക്ഷയും ന്യൂനപക്ഷങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ളത്. 3 ജില്ലകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ എറണാകുളത്തെ സീറ്റുകൾ, മലപ്പുറത്തെ സീറ്റുകൾ, കോഴിക്കോട്ടെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി പോവുക കഷ്ടമല്ലേ? ഇപ്പോൾ ഓരോ പാർട്ടികൾക്കും കൃത്യമായി അവർക്ക് ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. BJPക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഭൂരിപക്ഷത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ലീഗ് മലപ്പുറത്താണ് അവരുടെ ആസ്ഥാനം, അല്ലെങ്കിൽ മലപ്പുറം കേന്ദ്രീകരിച്ചാണ് അവരുടെ അധ്യക്ഷനടക്കമുള്ളത്. അവിടെയാണ് അവരുടെ പ്രഭാവ കേന്ദ്രം. ഇപ്പോൾ കണ്ണൂർ CPMന്റെ കോട്ടയാണ് എന്ന് പറയില്ലേ? അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ട് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമോ? തൃശ്ശൂരാണ് നിങ്ങളുടെ വലിയ ശക്തി കേന്ദ്രം എന്ന് പറയാറില്ലേ? അതിപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വോട്ട് എന്ന് പറയാൻ കഴിയുമോ? ആ നിലയ്ക്ക് 3 ജില്ലകളെ കുറിച്ച് അവരുടെ കണക്ക് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന വിമർശനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ അവകാശവാദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വളരെ നല്ല ചോദ്യങ്ങളാണ്. ഞാൻ ഏതായാലും എന്നോട് ചോദിച്ച ചോദ്യങ്ങളോട് ഉത്തരം പറയാതിരിക്കാൻ ഒട്ടും ശ്രമിക്കില്ല. മാത്രമല്ല, ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മറ്റുള്ളവർ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്നുള്ള വാശി ഞാൻ പിടിക്കില്ല. പ്രിയപ്പെട്ട മാധു, ഞാൻ മാധുവിൻ്റെ ഈ ചോദ്യത്തിലൂടെ തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഞാൻ താങ്കൾ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായതാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഞാൻ എറണാകുളത്തിൻ്റെ 12 സീറ്റും കൂടെ പറഞ്ഞിരുന്നു. അതിൽ തീർച്ചയായും കോൺഗ്രസിന് അവകാശപ്പെട്ടാണ് അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ ലീഗിൻ്റെ സീറ്റുകൾ മാത്രമല്ല കോൺഗ്രസിന് സീറ്റ് കൂടും എന്ന് തന്നെയാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞു തീർത്തത്. അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് കൂടും, സീറ്റ് കൂടും. പക്ഷേ ലീഗിൻ്റെ പിന്തുണയിൽ, ലീഗിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്. പ്രത്യേകിച്ച് അത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ജില്ലകളിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരുന്നത് എന്നതാണ് ഞാൻ ആ 3 ജില്ലകളെ ഉദ്ദേശിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ടോട്ടൽ 36 സീറ്റ് 3 ജില്ലയ്ക്ക് എന്ന് പറഞ്ഞത്. മറ്റുള്ള ജില്ലകളിൽ കോൺഗ്രസിന് അത്രയേറെ സാധ്യതയില്ല. നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ചാനലുകളിൽ, അത് ഏതൊക്കെ മതങ്ങളാണ്, ജാതികളാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പറയാറുള്ളത്. അത് ശരിയല്ല പൂർണ്ണമായി എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ ഇത്തരം ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 ജില്ലകളിൽ മാത്രം UDFന് ഇത്രയേറെ സീറ്റുകൾ കിട്ടുന്നത് എന്നുള്ള ഒരു ആർഗ്യുമെന്റിന്റെ ഉത്തരം എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണ്. അതല്ലാതെ അത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിച്ചില്ല. തീർച്ചയായിട്ടും ഹിന്ദുക്കളും വോട്ട് ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ളവരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം കിട്ടുന്ന സീറ്റുകൾ ഈ ജില്ലയിൽ നിന്നാണ് എന്ന സത്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. 1. 2, ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ പറയുന്നത് പോലെ ചരിത്രത്തിൽ എപ്പോഴും തനിയാവർത്തനങ്ങളല്ല രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ. അത് അസംബ്ലിയുടെയോ ലോക്സഭയുടെയോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിൻ്റെയോ തിരഞ്ഞെടുപ്പുകളുടെ പേഴ്സൻറ്റേജോ അതിൻ്റെ സ്ട്രാറ്റജിയോ അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എല്ലാം വെച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല, അല്ലെങ്കിൽ അത് ശരിയുമല്ല. പലയിടത്തും വ്യത്യാസം വന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ഞാൻ ധാരാളം തിരഞ്ഞെടുപ്പുകൾ, അത് കേരളത്തിലെയും അങ്ങയുടെ അത്രയും രാഷ്ട്രീയ വിദ്യാഭ്യാസമോ എനിക്ക് അത്രയും പരിചയമില്ലെങ്കിൽ കൂടി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്തരം തികച്ചും വിഭിന്നമായ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം മറ്റു പല പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അട്ടിമറി ഉണ്ടായിട്ടുണ്ട് ലോക്സഭയിലും അതുപോലെ തന്നെ അസംബ്ലിയിലും എല്ലാം. എക്സിറ്റ് പോളുകൾക്ക് പോലും വിരുദ്ധമായ ചില അഭിപ്രായങ്ങൾ, തിരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെറും ഈ പറയുന്ന ത്രിതല പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത തവണ കോൺഗ്രസ് 100 തവണ ജയിക്കും, അല്ലെങ്കിൽ സതീശൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗം കാണിക്കുന്നത് അതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങേക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങേ ഏതെങ്കിലും ഒരു തിലകം ചാർത്തുകയല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് പാവം രാജുവിൻ്റെ ഒരു വലിയ വിഷമം. പ്രിയപ്പെട്ട രാജു, താങ്കളുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറയാം. എന്താണ് താങ്കളുടെ ആത്മവിശ്വാസം? താങ്കൾ വരുന്നത്, ഞാനും തൃപ്പൂണിത്തുറക്കാരനാണ്. തൃപ്പൂണിത്തുറയിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ജയിച്ച കൗൺസിലർ ഇന്ന് ആർക്കാ വോട്ട് ചെയ്തത്? മുനിസിപ്പാലിറ്റിയിൽ CPMന്. CPMൻ്റെ ആരാ അവിടെ വോട്ട് ചെയ്തത്? കോൺഗ്രസിന്.
അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്നായാൽ ഞങ്ങളെ തോൽപ്പിക്കുവാൻ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ അതേ നടപടികൾ കേരളത്തിലും ചെയ്യുന്നു. ഞങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മുന്നണിയായി മാറുന്നു. ഏതാണ്ട് 36ഓളം കക്ഷികൾ ഒരുമിച്ച് നിന്നാണ് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് CPM-ന്റെ ഭരണവിരുദ്ധതയെ തകർക്കുവാൻ ശക്തമായി BJP സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ പ്രതിപക്ഷമാകുന്നത്. അതുപോലെ ഷൊർണൂരായാലും ഒറ്റപ്പാലത്തായാലും ഞങ്ങൾക്ക് പ്രതിപക്ഷത്ത് സീറ്റ് കൂട്ടാൻ പറ്റുന്നത്. എവിടെയാണോ CPM-നെ തടയുവാനായിട്ട് BJP-ക്ക് ശക്തിയുള്ളത്, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മണ്ഡലത്തിൽ ചില ജില്ലകളിൽ ഞങ്ങൾക്ക് ശക്തിയില്ല, സംഘടനാ ശക്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറയുന്നുണ്ട്. പക്ഷേ എവിടെയെങ്കിലും കോൺഗ്രസിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ, ഞങ്ങൾക്ക് ആ പ്രതീക്ഷ ഉണ്ടാക്കാൻ സാധിച്ചാൽ ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ നിങ്ങൾ CPM-ന് പിന്തുണ നൽകുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥികളെ നിങ്ങളുടെ കൗൺസിലർമാരെ വോട്ട് ചെയ്ത് നിങ്ങളുടെ അവിടത്തേക്ക് തൃപ്പൂണിത്തുറയിൽ അവിടുത്തെ നിയമസഭാ കക്ഷി നേതാക്കളാക്കുന്നു. ഇതല്ലേ നടക്കുന്നത്. എന്നിട്ട് പറയും എനിക്ക് ആത്മവിശ്വാസമില്ലെന്ന്. ആത്മവിശ്വാസം നിങ്ങൾ BJP ജയിക്കുന്നവരെ മാത്രമാണ്. ജയിച്ചാൽ നിങ്ങൾ ഒറ്റക്കക്ഷികളാണ്. പ്രിയപ്പെട്ട രാജു, ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കോൺഗ്രസ് എപ്പോഴും ഞങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ PM ശ്രീ പദ്ധതി നോക്കൂ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇവിടെ PM ശ്രീ പദ്ധതി തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ കർണാടകയിൽ PM ശ്രീ പദ്ധതി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 517 കോടി രൂപ നിങ്ങൾ വാങ്ങിച്ചില്ലേ? 585 സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളിന് 1 കോടി രൂപ വെച്ചിട്ട് ഈ സർക്കാർ വാങ്ങിച്ചില്ലേ? എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്ന് പറയണം. നിങ്ങൾ എതിർക്കണ്ടേ? പക്ഷേ കർണാടകയിൽ നിങ്ങൾക്ക് PM ശ്രീ പദ്ധതി വേണം. പക്ഷേ കേരളത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അത് എഡ്യൂക്കേഷൻ പോളിസിയെ സാഫ്രണൈസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എതിർക്കുന്നു. നിങ്ങൾക്ക് കേരളത്തിന്റെ പദ്ധതി അതിനെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ്. ശരി, അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞില്ല കേട്ടോ. ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സീറ്റുകളുടെ ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ പോരായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ലീഗിൻ്റെ സീറ്റിൽ വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല. മറ്റെല്ലാ സീറ്റുകളിലും ഒരു പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഇപ്പോൾ കണ്ണൂരെ കുറച്ച് സീറ്റുകൾ ഇപ്പോൾ നമുക്ക് ധർമ്മടത്ത് മാറ്റമുണ്ടാകും എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല, അങ്ങനെ വിചാരിക്കേണ്ടതില്ല. എറണാകുളത്തെ സീറ്റുകളെക്കുറിച്ച് അതിനപ്പുറത്തേക്ക് മാറി മറിയുന്ന സീറ്റുകളിൽ വലിയ ചാഞ്ചല്യം പ്രകടമാകുമോ? അല്ല, ചാഞ്ചല്യം ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇത്തവണ ലോക്സഭയുടെ പാറ്റേൺ വന്നിട്ടുണ്ട്, ഏകദേശമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കൊച്ചു രാഷ്ട്രീയങ്ങൾ, പെറ്റി പൊളിറ്റിക്സ്, ഈ താല്പര്യങ്ങൾ, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതൊക്കെ അതിനകത്ത് കളിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പൊതുവേ നമുക്കൊരു രാഷ്ട്രീയം കാണാം. ആ രാഷ്ട്രീയം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു, സംശയമൊന്നുമില്ല. BJP-ക്ക് തിരുവനന്തപുരം കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു, അതും നമ്മൾ കാണാം. പക്ഷേ ആത്യന്തികമായിട്ട് നിയമസഭയിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ടിപ്പിക്കൽ കേരള രാഷ്ട്രീയം രണ്ടായിട്ട് തിരിയും. UDF-ഉം LDF-ഉം തമ്മിൽ അങ്ങനെ ഒരു വേറൊരു ചേരിതിരിവ് ഉണ്ടാകും. അവിടെ UDF-ന് വേണമെങ്കിൽ മുൻകൈ എടുക്കാം, സംശയമൊന്നുമില്ല. അക്കാര്യത്തിൽ ഞാൻ യാതൊരു സംശയവും പ്രകടിപ്പിക്കുന്നില്ല. UDF-ന് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു എഡ്ജ്, ഒരു മേൽക്കൈ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ എന്താണ് ആ മേൽക്കൈ? 80 കഴിഞ്ഞ ആ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 80 UDF, 80 സീറ്റ് UDF, 58 LDF, 2 BJP. മാധു, 80 സീറ്റേ ഉള്ളൂ. 72-ൽ നിന്ന് എത്ര ദൂരമായി 80-ലേക്ക്? എന്നാൽ ഇപ്പോൾ 90 സീറ്റ്, അതിപ്പോൾ താണു. 90 സീറ്റിൽ നിന്ന് 99-ൽ നിന്ന് ഒത്തിരി താണു, 94, 95 ഒക്കെ ആയിട്ടുണ്ട്. അവിടെ നിന്ന് 72-ലേക്ക് എത്താനോ? അതോർക്കണം. അവിടെ നിന്ന് 72-ലേക്ക് എത്തുക എന്നുള്ളത് ഏതാണ് പ്രയാസം? ടാസ്ക്. ആർക്കാണ് ഡിഫിക്കൽട്ട് ടാസ്ക് ഫേസ് ചെയ്യേണ്ടി വരിക? അതാണ് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ അനലൈസ് ചെയ്യാം. എങ്കിൽ പോലും ജനങ്ങളുടെ വോട്ട്, അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക്, സ്ഥാനാർത്ഥികളുടെ പങ്ക്, ഇതൊക്കെ ഘടകങ്ങളാണ്. സംഘടന ഒരു ബലം, സംഘടനാ ശേഷി. ഇപ്പോൾ നോക്കി ഈ നമ്മുടെ ഏകൈ സെൻറ്ററിലൊക്കെ ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്, മാരത്തോൺ ചർച്ചകളാ. ഒരു നേതാവിനെയും കാണാനും കിട്ടുന്നില്ല, കേൾക്കാനും കിട്ടുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. അതുപോലെ ചർച്ചകളാണ്. കോൺഗ്രസിന് എത്രത്തോളം പ്രധാനമാണോ അത്ര തന്നെ CPM-ഉം അതിനെക്കാട്ടിലും പ്രധാനമാണ്. കാരണം CPM-ന് ഇവിടെ കേരളം നഷ്ടപ്പെട്ടു പോയാലേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭൂപടത്തിൽ
ചുവപ്പില്ല. ശരി. അത് ചില്ലറ കാര്യമൊന്നുമല്ല. Okay. ഞാനതുകൊണ്ട് ഞാനും പറയുന്നത് കോൺഗ്രസിന് അത്ര എളുപ്പമല്ല, പക്ഷേ അവർക്ക് ഒരു വലിയ മുൻകൈയുണ്ട്, സംശയമൊന്നുമില്ല. ഓക്കെ, ശ്രീ രാജു പി നായർ, വി കെ സനോജ് ചോദിച്ച ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയുകയാണെങ്കിൽ അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് വി കെ സനോജിനോട് മറുപടി ചോദിക്കാമായിരുന്നു. ഒന്ന്, ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിച്ച കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ വികസനത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ച മാതിരി ഈ ഫ്ലോർ തന്നെ നമുക്ക് സംവാദം തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് രാജു പി നായർ ചോദിക്കുന്ന ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുട്ടിയല്ല എന്നൊക്കെ പറയുന്നത് അപക്വമാണ്. എന്തായാലും സനോജ് മാന്യമായിട്ട് സംസാരിക്കുകയും അത്യാവശ്യം കാര്യങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് മോശമാണെങ്കിൽ ഏത് നല്ല മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു. പക്ഷെ KM ഷാജിയുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് UDF-ന് പറയാൻ കഴിയില്ല. നോക്കൂ ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം ചോദിക്കാം. CPM-ലെ മുസ്ലിങ്ങളായിട്ടുള്ള സഖാക്കൾ തീവ്രവാദികളും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെ ആൾക്കാരാണോ? അതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെയും വോട്ടുകൾ കൊണ്ടാണ്. അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 66,000 വോട്ട് M സ്വരാജിന് അവിടെ ലഭിച്ചു. പക്ഷേ അതിനു മുമ്പ് നടന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ 29,000 വോട്ട് മാത്രമാണ് CPM-ന് ലഭിച്ചത്, LDF ലഭിച്ചത്. അപ്പോൾ ബാക്കിയുള്ള വോട്ടുകൾ മുഴുവൻ CPM-ന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെ മുസ്ലിം തീവ്രവാദികളാണെന്ന് സനോജ് പറഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതിന് സംശയമില്ല, പരിഹരിക്കാൻ കഴിയും. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം അവർ ജനാധിപത്യപരമായിട്ട് ഇന്നത്തെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയും ഒരു ക്രിസ്ത്യൻ പാർട്ടിയാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിം ലീഗ് തീർച്ചയായിട്ടും ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ നടത്തിയെടുത്ത വേടുകൾ എടുത്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ചോദിച്ചൊറ്റ ചോദ്യമുള്ളൂ. വെള്ളാപ്പള്ളി നടേശനെതിരെ 2015 പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ പ്രസ്താവനയുടെ ഒപ്പമായിരുന്നു. 2025 ആ പ്രസ്താവനയ്ക്ക് പകരം ലൈറ്റർ വേർഷനായിട്ട് വർഗീയവാദി എന്നെങ്കിലും പറയാൻ ഇവർ തയ്യാറാണോ? ശശി തരൂര് മോദിയെ പുകഴ്ത്തിയതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഇല്ലേ? പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ അയാൾക്ക് സ്വീകാരമാണ്, ഞങ്ങളുടെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു പറഞ്ഞ ഇരട്ടത്താപ്പ്. എന്താ സനോജ് ആ ഇരട്ടത്താപ്പിൻ്റെ അർത്ഥം? പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചോദിക്കുകയാണ് വീടുകളുടെ. നോക്കൂ, ഈ ഗവൺമെൻറ്, ആദ്യത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ KT ജലീൽ 16/5/2017 കൊടുത്ത ചോദ്യത്തിന് ഉത്തരം, ഇന്ദിരാ ആവാസ് യോജന പ്രകാരം 2,75,038 വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ AK ബാലൻ കൊടുക്കുന്ന ഉത്തരം, പട്ടികജാതി വികസന വകുപ്പിന് മുഖേന 24,887 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ പട്ടികവർഗ വകുപ്പ് മുഖേന 17,588 കുടുംബങ്ങൾക്ക് ഭവന പദ്ധതി കൊടുത്തിട്ടുണ്ടെന്ന് 30/6/2016 ചോദ്യത്തിൻ്റെ ഉത്തരം. പിന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം 40,000 പേർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് എന്നുത്തരം. കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തുകൾ 71,710 വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുത്തരം. 12,308 കുടുംബങ്ങൾ മുനിസിപ്പാലിറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുത്തരം. 12,817 കുടുംബങ്ങൾ കോർപ്പറേഷൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുത്തരം. ഈ പദ്ധതികളെല്ലാം ഒരുമിച്ച് കൂട്ടി പിണറായി വിജയൻ വന്നപ്പോൾ ലൈഫാക്കി. ആ ലൈഫ് ഭവന പദ്ധതി 10 കൊല്ലം കഴിയുമ്പോൾ സനോജ് പറയുന്നത് 4,71,000 ഉള്ളൂ. പക്ഷേ ഇത് പല പദ്ധതികളായിട്ട് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി നിർത്തപ്പോൾ അത് 2,50,000 4,52,000 വീട്. ഇതാണ് ഞാൻ പറഞ്ഞ PR തള്ള്. ഒരു PR തള്ളുമില്ല. കേരളത്തിന്റെ സമഗ്ര വികസനം സംബന്ധിച്ച് ഏത് സംവാദത്തിനും ഇടതുപക്ഷം തയ്യാറാണ്. ഈ രാഷ്ട്രീയ വികസന സംവാദത്തെ ഭയപ്പെടുന്ന നിങ്ങൾ മതം പറഞ്ഞു, ജാതി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് പലതും പറയുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് PR തള്ളാണ്? ഞങ്ങള് കഴിഞ്ഞ തവണ അലമ്പാക്കല്ല കഴിഞ്ഞ തവണ 600 കാര്യങ്ങൾ പറഞ്ഞു. ആ 600 കാര്യങ്ങളും ചെയ്ത് കാണിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജു പി നായർ.
900 കാര്യങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഇതാ 900 കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രേഖ വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. അല്ലാതെ വെറുതെ കോൺഗ്രസ്സുകാർ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ വയനാട്ടിൽ വീട് ഞാനിവിടെ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരവില്ലല്ലോ. വയനാട്ടിലെ വീടിന്റെ കാശ് എവിടെ? ആപ്പ് എവിടെ? ആപ്പിൽ വന്ന പണം എത്ര? യൂത്ത് കോൺഗ്രസിന്റെ വീട് എവിടെ? മറുപടി പറയുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം രണ്ടാണ്. ഒന്ന്, ആവിഷ്കരിച്ച് നടപ്പിലാക്കി പൂർത്തിയാക്കിയ പദ്ധതി ഒരെണ്ണം പറയണം എന്നുള്ളത്. രണ്ടാമത്തേത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട അഭിപ്രായം. പദ്ധതി മാത്രമല്ല, അത് ഞാൻ പറയട്ടെ അല്ലല്ല, വെള്ളാപ്പള്ളി കാര്യത്തില്ല, അതിനെല്ലാം കൃത്യമായ നിലപാട് ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നമ്മുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളല്ല. വെള്ളാപ്പള്ളി SNDPയുടെ നേതാവാണ്. എന്നാൽ അവരുടെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളെ കുറിച്ച് എന്താ അവർ പറയാത്തത്? പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു വക്താവ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ആ ചാനൽ ചർച്ചയുടെ അവതാരകനെ നോക്കിയിട്ട് സുഡാപ്പിക്കാരൻ SDPക്കാരൻ എന്ന് പറഞ്ഞല്ലോ. അവന്റെ മതം നോക്കിയിട്ടില്ലേ ചാപ്പി അടിച്ചത്? മതം നോക്കി ചാപ്പി അടിക്കുന്നതല്ലേ KPCCയുടെ വക്താക്കള്? കെട്ടിപ്പിടിച്ചല്ലോ. ഞാൻ ഇടപെടുകയാണ്. ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞതുപോലെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ മുതൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഏറെക്കുറെ പാർട്ടികൾ നേരിടാൻ പോകുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ മണ്ണിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പണിയെടുക്കാൻ സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് 2026 നിയമസഭാ ഇലക്ഷൻ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരായിരിക്കും എന്നതിൽ തർക്കമൊന്നുമില്ലാത്തതാണ് എന്നത് വ്യക്തമാക്കി തരുന്നതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.